നമുക്ക് അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാണ് അബി വീട്ടിലേക്ക് വരുന്നത്. അബിയുടെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ടായിരുന്നു. നകുലിനും നകുലിന്റെ ഏട്ടത്തിയമ്മയും തന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. വെറുതെ അവരെന്താണെങ്കിലും വരത്തില്ലല്ലോ. അവര് ജാനകിയെ ഉദ്ദേശലക്ഷ്യം വെച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് അവർ തമ്മിലുള്ള ഇടപാട്, അത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയണം എന്നൊക്കെ അഭി മനസ്സിൽ കരുതിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് അപർണയാണെങ്കിൽ ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാണ് മുറിയിലിരിക്കുന്നത്. വസുന്ധര ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ മോളെ, ഇങ്ങനെ ന്യൂസ് ചാനലുകാരൊക്കെ വന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്താലോ? ദേ, നിന്റെ അച്ഛനെ എന്നേടെ നാണക്കേട്. അവരോട് നീ എന്തെങ്കിലും കയർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവരത് ഓൺലൈൻ മീഡിയ വാർത്തയായിട്ടിടും. പിന്നെ നിനക്ക് തലയുർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല എന്ന് പറയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത്. തമ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വസുന്ധര അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. വസുന്ധര എന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇന്ന പോലെ കാര്യങ്ങളൊക്കെയാണ്. ഏതോ മീഡിയക്കാരൊക്കെ വന്നു, ആകെപ്പാട് പ്രശ്നത്തിലായിരിക്കുമോ തമ്പിയേട്ടാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി നേരെ അപർണയുടെ അരിയിലേക്ക് എല്ലുവാണ്. അപർണ പറഞ്ഞു, അച്ഛാ, ഇത് മനഃപൂർവ്വം ആ ജാനകി പറഞ്ഞു വിട്ടിരിക്കുന്ന ജാനകി അഭിയും ചേർന്നുള്ള നാടകം. അത് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അച്ഛൻ എന്ത് ചെയ്യും ചോദിച്ചാൽ അവർ വന്നിരുന്നതെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മോളെ എന്ന് പറയാം. അതെ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ദേ ഇവിടെ അച്ഛൻ തോറ്റു കൊടുക്കരുത്. ഇവിടെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തോറ്റു പോകുന്നത് ഈ അപർണയും കൂടെ ആയിരിക്കും. അപർണയ്ക്ക് പിന്നെ തല വൃത്തി അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. ഈ കേസ് എന്ത് വില കൊടുത്ത് അച്ഛൻ ജയിച്ചാൽ മതിയാവുമെന്ന് പറയണം. എത്ര ലക്ഷം വാരി എറിഞ്ഞാലും കുഴപ്പമില്ല, ഈ കേസ് നമ്മൾ തന്നെ ജയിക്കണമെന്ന് പറയാം. നാട്ടുകാരുടെ മുന്നിൽ ഇനി തല ഉയർത്തി പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ കേസ് ജയിച്ചാൽ മതിയാവുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഓരോ മീഡിയക്കാരൊക്കെ അറിഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയെന്ന് പറയണം. വസുന്ധര വന്നിട്ട് പറഞ്ഞു, തമ്പിയേട്ടാ, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ ജാനകിയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്ക്. ഒരു കാരണവശാലും ആ ജാനകി ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഏതാ ഇങ്ങനെയെന്നൊക്കെ അന്വേഷിക്കുക. ഒരു പക്ഷേങ്കിൽ ജാനകിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയതാണെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞാൽ തമ്പി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ തമ്പി ഇങ്ങനെ പറയണം. എന്ന് പറഞ്ഞ് തമ്പി അങ്ങോട്ടേക്ക് അകത്തേക്ക് കൊണ്ട് കയറിപ്പോയി. തമ്പിയുടെ മനസ്സിങ്ങനെ കടലിരുമ്പെന്ന പോലെ ഇരുമ്പിക്കൊണ്ടിരിക്കുക. രാധാമണി വത്സരെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സറിയ. ഒരു കാലത്ത് താൻ അവളെ ജീവന് തുല്യ സ്നേഹിച്ചതാണ്. തൻ്റെ മനസ്സിൽ ആ മോഹം ഇപ്പോഴും ഉണ്ട്. അത് പക്ഷെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുകയോ പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് ഭ്രാന്ത് പിടിച്ചു. തമ്പി മുറിയിലേക്ക് എന്നിട്ട് അവിടെ നിന്നെടുത്ത് കുറേ മദ്യമൊക്കെ എടുത്ത് അങ്ങോട്ട് കമിഴ്ത്തുവാണ്. അപ്പോഴേക്കും വസുന്ധര വന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വസുന്ധരയ്ക്ക് സഹിച്ചില്ല. വസുന്ധര വന്നിട്ട് പറഞ്ഞു, ഇതേ തമ്പിയേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിന്ന് മദ്യപിക്കുന്നത്? 2-3 ദിവസമായിട്ടേ ശ്രദ്ധിക്കുന്നത്, എപ്പം നോക്കിയാലും ഈ മദ്യത്തിന് മുന്നിലാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, നീ കൂടുതൽ എന്നോടൊന്നും പറയണ്ട, മിണ്ടാതൊന്ന് പോകാൻ നോക്ക് എന്ന് പറയണം. വസുന്ധരയ്ക്ക് പിന്നെ അവിടെ നിൽക്കാനേ തോന്നില്ല. കാരണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തിയുള്ള സംസാരമായിരിക്കും. അതുകൊണ്ട് പിന്നെ വസുന്ധര കൂടുതലൊന്നും പറയാതെ ഇങ്ങോട്ടേക്ക് പോന്നു. ഈ സമയത്ത് അബിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന തമ്പിയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. തമ്പി ജാനകിയുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. തൻ്റെ അച്ഛൻ കാരണമാണ് അതില്ലാതായെന്നൊക്കെ പറയുന്നു. അതെങ്ങനെ ശരിയാവും? തൻ്റെ അച്ഛൻ ഇന്നുവരെ തന്നോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തമ്പി എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അബിക്ക് മനസ്സിലായി. ഇനിയും അറിയാനായിട്ട് കാര്യങ്ങൾ പലതും ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അബി വീട്ടിലേക്ക് വരുന്നത്. പിന്നീട് അബി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ജാനകി അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, അല്ല അബിയേട്ടാ, അബിയേട്ടന് ഇത് എവിടെയായിരുന്നു? ഞാൻ 2-3 വട്ടം വിളിച്ചായിരുന്നല്ലോ, അബിയേട്ടൻ കോൾ എടുത്തില്ലല്ലോ എന്ന് പറയണം. അത് ഞാൻ പിന്നെ ഫോൺ സൈലന്റ് ആയതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് നിരഞ്ജനയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നിരഞ്ജന വന്നു കഴിഞ്ഞപ്പോൾ അബി ചോദിച്ചു, അല്ല കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കാം. ആ കേസിന് മതിയായ തെളിവുകളൊക്കെ ഇനി കിട്ടണം. അത് മാത്രമല്ല, കോടതി കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷം പഴക്കമുള്ളതല്ലേ, അപ്പോൾ അത് കേസ് തള്ളിപ്പോകാൻ നോക്കണം. അതിന് സാക്ഷികളൊക്കെ വേണം, ഇനി കുറച്ച് സാക്ഷികളൊക്കെ വേണമെന്ന് പറയണം. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത്. അപർണ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വരുന്നത്. അപ്പോഴാണ് ജാനകി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ജാനകി വന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അപർണ അങ്ങ് ജാനകിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നേ. എന്തേടി നീ രാധാമണി വത്സെന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഏത് മാളത്തെ കൊണ്ട് ഒളിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേക്കുന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അതെ, എനിക്ക് ആരെ ഒരു മാളത്തിലും കൊണ്ട് ഒളിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. എനിക്കറിയാടി, നീയോ അവരും കൂടെ ചേർന്നിട്ട് കള്ളക്കേസിൽ എൻ്റെ അച്ഛനെ കൊടുക്കാണ്ട് ശ്രമിക്കുമല്ലേ. അത് മാത്രമല്ല, നീ കുറെ മീഡിയക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ. എന്തിനാന്ന് എനിക്ക് മനസ്സിലായടി. അവര് സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ അത് കണ്ട് നിനക്ക് രസിക്കാൻ വേണ്ടിയിട്ടല്ലേടി, എൻ്റെ അച്ഛനെ എൻ്റെ കുടുംബത്തെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേടി നീ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, ഇതേ പറഞ്ഞേ വെറുതെ അനാവശ്യം പറയരുതെന്ന് പറയണം. അനാവശ്യമോ എടി, അനാവശ്യമാണല്ലോ ഞാൻ കാണിച്ചു തരാടി. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഈ കേസ് കൊടുത്തു കഴിയുമ്പം നിനക്ക് ഉറപ്പില്ലായിരുന്നു എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുമല്ലോ എന്ന്. അതുകൊണ്ടല്ലേ നീ അടുത്ത തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ അച്ഛനെയൊക്കെ നാണം കെടുത്തുവാണെങ്കിൽ നിനക്ക് മാക്സിമം പിടിച്ചിരിക്കാൻ പറ്റുമെന്നൊരു ചിന്ത മനസ്സിലുണ്ടാവും. പക്ഷെ വെറുതെ അടി, എൻ്റെ അച്ഛനെ എന്നെ നാണം കെടുത്താൻ നോക്കിയായിരുന്നു തമ്പിയും ഈ പറയുന്ന അപർണയൊന്നും നാണം കെടാനായിട്ട് പോകുന്നില്ല. നീ കൊടുത്തിരിക്കുന്ന കേസൊക്കെ തള്ളിപ്പോളടി കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ. നീ ഇനിയിപ്പോൾ എത്ര മീഡിയക്കാരെ വിളിച്ചുകൊണ്ട് വന്നാലും അതൊക്കെയാ നടക്കുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും നിരഞ്ജന ചോദിച്ചു, അപർണ എന്തൊക്കെയാ പറയണേ? ഏത് മീഡിയയുടെ കാര്യം പറയണേ? അപ്പം നിനക്കൊന്നും അറിയത്തില്ലോ അല്ലേ? എന്നാ കേട്ടോ. തമ്പീനെ ചോദ്യം ചെയ്യാനായിട്ട് കുറെ മീഡിയക്കാർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട്. ഒരു രാധാമണി മരിച്ചിട്ട് 10-25 വർഷം മുമ്പ് അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇവളും ഈ നിൽക്കുന്ന അഭിയും കൂടെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അതെങ്ങനെയാ? നട്ടലില്ലാത്തവനല്ലേ ഇവന്. ഭാര്യ പറയുന്ന അപ്പടി അങ്ങോട്ട് വിശ്വസിച്ച് വിഴുങ്ങിയിരിക്കുമല്ലേ എന്നൊക്കെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം അഭി പറഞ്ഞതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, എന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഈ ജാനകിയുടെ പിന്നാലെ നിന്ന് മാറത്തില്ലോ. ജാനകി എന്ത് പറഞ്ഞാലും ഭേദവാക്യൊന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്താണെങ്കിലും ഇത് അതേ കാലം മുന്നോട്ട് പോകത്തില്ല. നിനക്കൊരിക്കലും കോടതി നീതി കിട്ടാൻ പോകുന്നില്ലടി. എൻ്റെ അച്ഛൻ്റെ ഭാഗത്താണ് നീതി. എൻ്റെ അച്ഛനെ ജയിക്കുവരടി, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് അപർണ അങ്ങോട്ട് കയറി പോകുന്നത്. ആ സമയത്ത് നിരഞ്ജന പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എങ്ങനെയോ എന്തൊക്കെയോ അറിഞ്ഞിട്ട് ഏതോ സോഷ്യൽ മീഡിയക്കാരൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതാന്ന് തോന്നുന്നത് അപർണയ്ക്ക് ഇത്ര കലിപ്പെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ വാർത്തയായിട്ടാണെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് നിരഞ്ജന പറഞ്ഞു, അതെ തമ്പി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരാളല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ പെട്ടെന്ന്, അതും പീഡന കേസും കൂടെ അല്ലേ, പെട്ടെന്ന് വ്യാപിക്കുമെന്ന് പറയണം. ഇനിയിപ്പോൾ ആൾക്കാരുടെയൊക്കെ മുന്നിൽ അയാൾ തലയുയർത്തി പിടിച്ച് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും. അപ്പം അതിൻ്റെ രോഷമാണ് ഇപ്പോൾ അപർണയെ കണ്ടതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ജാനകിക്ക് തോന്നി. തൻ്റെ അമ്മയുടെ പേരും കൂടെ അയാളുടെ പേരിനൊപ്പം വലിച്ചിഴക്കപ്പെടുവാണല്ലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിയോട് പറഞ്ഞു, അബിയേട്ടാ ഈ കേസിന് പോയതുകൊണ്ട് എൻ്റെ അമ്മ എല്ലാവരുടെ മുന്നിൽ നാണം കിടുമല്ലേന്ന് ചോദിക്കുക. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഇപ്പം തന്നെ കണ്ടില്ലേ രാധാമണി വാരിസ് എന്നുള്ള പേരും കൂടെ എല്ലാവരും അറിഞ്ഞില്ലേന്ന് ചോദിക്കോ. അതാണോ കുഴപ്പം? അതെ അബിയേട്ടാ, എനിക്കിഷ്ടമില്ല അമ്മയുടെ പേരിങ്ങനെ എല്ലാ സ്ഥലങ്ങളും വലിച്ചിഴക്കപ്പെടുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു, പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അതെ കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് മൂടി വെച്ച് കേസ് നടത്താന്നോ? ഒരിക്കലുമില്ല. കേസ് കോടതി വന്നു കഴിയുമ്പോഴത്തേനും 4 ആൾ അറിയും. പിന്നെ പത്രക്കാരായി ന്യൂസുകാരായി ചാനലുകാരായി എല്ലാവരും ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ കൊട്ടുഘോഷിക്കും. ഇതൊന്നും അറിയത്തില്ലാതെയാണോ നീ കേസിന്റെ പിന്നാലെ പോയെന്ന് ചോദിക്കുക. അത് പിന്നെ അബിയേട്ടാ, ഞാൻ എൻ്റെ ജാനകി പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഇറങ്ങി തിരിച്ചതാ. നനഞ്ഞിറങ്ങിയ കുളിച്ച് കയറണമെന്ന് പറഞ്ഞവർക്ക് ഇനി ഇതിന്റെ ബാക്കി നോക്കണം. അല്ലാതെ പേടിച്ച് ഓടിയിട്ടൊന്നും കാര്യമില്ല. നീ ഇതൊക്കെ ചിന്തിക്കാതെ എടുത്തിയാടി തീരുമാനം എടുത്തിട്ടും കാര്യമില്ലായിരുന്നു. ഞാനിതൊക്കെ മുമ്പേ ചിന്തിച്ചാ ഇങ്ങനെ പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇതൊക്കെ ആരെ അറിയിക്കാതെ മൂടി വെച്ച് നടത്താൻ പറ്റുന്നൊരു കാര്യമൊന്നും അല്ലെന്ന് പറയണം. ജാനകിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ തൻ്റെ അമ്മയുടെ പേര്, പാവം തൻ്റെ അമ്മ ഇതൊന്നും അറിയുന്ന പോലും ഇല്ല. പക്ഷേങ്കിൽ ഇതൊന്നും അറിയത്തില്ലാതെ പോലും തൻ്റെ അമ്മയുടെ പേര് എല്ലാവരും ചർച്ച ചെയ്യാനായിട്ട് പോവാണ്. അത് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരാതിക്കാരിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാനകിയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ സമയം ജാനകിക്ക് ഒരു സംശയം. ഇനിയിപ്പോൾ അന്വേഷിച്ച് പിടിച്ച് അവസാനം തമ്പിയുടെ മോള താനെന്നുള്ള കാര്യം എല്ലാവരും അറിയുമോന്ന് ജാനകി തൻ്റെ സംശയം അബിയോട് പോയി ചോദിക്കുന്നുണ്ട്. അബി പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മീഡിയക്കാരല്ലേ, ഇതിലപ്പുറം ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. പോരാത്തതിന് അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും അവര്. ഇല്ലെങ്കിൽ പോലും അവര് പലതും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറയാം. ജാനകിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം അബിയുടെ മനസ്സിലതൊന്നും ആയിരുന്നില്ല. നകുലിനും ഇന്ദ്രജയൊക്കെ ആയിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നേ. കാരണം ജാനകിയുമായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ഒരു കണക്ഷൻ അവർക്കുണ്ടെങ്കിൽ അത് ജാനകി തന്നോട് പറയേണ്ടതാണ്. പക്ഷെ ജാനകി ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നകുലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം താൻ ശ്രദ്ധിക്കുകയും ചെയ്താണ്. എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താന്ന് കണ്ടെത്തണം എന്നൊരു തീരുമാനത്തിൽ എത്തുവാണ്. ആ സമയത്ത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രജ പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നെന്ന് എൻ്റെ പെർഫോമൻസ്? എന്താണെങ്കിലും അബി വീണിട്ടുണ്ട്. ഇനി അധികം വൈകാതെ ഇത് നമ്മുടെ കാൽച്ചൂട്ടിലേക്ക് നമ്മൾ ആ ജാനിയെ കൊണ്ടുവരുമെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നകുലം പറഞ്ഞു, അതെനിക്കറിയാമല്ലേ, ഏട്ടത്തിയമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. നീ പേടിക്കേണ്ട നകുല. ഇത്രയും കാലം നീ കാത്തിരുന്നില്ല അവൾക്ക് വേണ്ടിയിട്ട്. നിന്റെ കൈകളിലേക്ക് തന്നെ അവൾ വരും. നിന്റെ കാല് പിടിക്കാനായിട്ട് വരും. നീ കാത്തിരുന്നു, ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോളാൻ പറയാണ്. അങ്ങനെ
നകുലൻ അങ്ങനെ പ്രതീക്ഷയോളം മനസ്സിൽ വെക്കുകയാണ്. ഇത്രയും കാലം നകുലിന് 7 വർഷമായിട്ട് നകുലൻ കാത്തിരുന്നാണ്. പക്ഷേ ഇതുവരെയായിട്ടും ജാനകിയെ കണ്ടു കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ജാനകിയെ കണ്ടു, പോരാത്തനെ ഏട്ടത്തിയമ്മയും കൂടെ തനിക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നകുലിനെ മനസ്സിലാക്കി വീണ്ടും പ്രതീക്ഷകളൊക്കെ വരുവാണ്. ഇനി കുഴപ്പമില്ല, ജാനകി തൻ്റെ അടുത്തേക്ക് വരും. ആദ്യം അഭിയെ ഒതുക്കുക ചെയ്യണ്ടേ, അതിൻ്റെ ആദ്യ പടികളൊക്കെ നടത്തി കഴിഞ്ഞു. ഇനിയിപ്പം അവൾക്ക് തൻ്റെ കാൽ പിടിക്കാതെ വേറെ നിവൃത്തിയില്ല എന്നൊരു സത്യം നകുലൻ തിരിച്ചറിയുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.